എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ല എല്ലാവർക്കും. അങ്ങനെ മലയൊക്കെ ഇറങ്ങി വന്ന് പിറ്റേ ദിവസത്തെ ഒരു വീഡിയോ ആണിത്. ഇന്ന് നമ്മുടെ പായുമ്പയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. ബർത്ത് ഡേറ്റ് ആണെന്ന് വരുന്നത് 27/11/2014 അവളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കേട്ടോ. ഈ ഡേറ്റിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. 2014 ഇന്നേ ദിവസമാണ് കൊടകര ഷഷ്ടി വരുന്നത് കേട്ടോ. ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഷഷ്ടിയാണ്. ഒരു കഥ ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം കേട്ടോ. ഇനി നമ്മൾ വെക്കുന്നത് പോർക്കാണ്. ഏട്ടൻ വന്നിട്ട് പോർക്കൊന്നും വെച്ചിട്ടില്ല. പിറന്നാളായിട്ട് എന്താ പോർക്കൊക്കെ വെക്കണേന്ന് ആരും ചിന്തിക്കരുത്. പായ് കഴിച്ചിട്ടില്ല കേട്ടോ. പിറ്റേ ദിവസമാണ് അവൾ കഴിച്ചിട്ടുണ്ടാകുന്നത്. അന്നത്തെ ദിവസം ഏട്ടനും അമ്മിയാണ് കഴിച്ചിട്ടുള്ളൂ. കാരണം ആരും ഈ ഒരു സംഭവം കഴിച്ചിട്ടുന്നില്ല. പാത്രം വേണ്ടേ? കാലത്ത് കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വരണ വഴിക്കാണ് ആളിത് വാങ്ങിയിട്ട് വന്നത് കേട്ടോ. നമുക്കിത് കിട്ടുക കണ്ടശാങ്കട പോയാലാണ് പോർക്ക് കിട്ടുള്ളൂ. നല്ല പോർക്ക് ഫ്രഷ് ആയിട്ടുള്ള നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അപ്പം അങ്ങനെ ഏട്ടൻ പോയിട്ട് വാങ്ങിയിട്ട് വന്നതാണ്. കായ ഇട്ടിട്ടാണ് കേട്ടോ ഇവിടെ പൊതുവേ പോർക്ക് വെക്കലുള്ളത്. നമ്മൾ വേറെ ഒന്നും ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. നമ്മൾ തൃശ്ശൂരുകാർ മെയിനായിട്ട് കായും അതുപോലെ തന്നെ കുറുക്കി ഇട്ടിട്ടാണ് പോർക്ക് വെക്കുക. അതൊരു അമ്മാതിരി ടേസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ് കേട്ടോ. കടിക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയുക, അമാതിരി അങ്ങനത്തെ ഒരു സാധനമാണ്. പോർക്കൊക്കെ ഓൾറെഡി കഷ്ണങ്ങളാക്കിയിട്ട് തന്നെയാണ് അവർ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കുക. ഏട്ടൻ പിന്നെ കായ നുറുക്കി തരാണ് കേട്ടോ. ഇന്ന് ഞാൻ പായസമൊക്കെ വെക്കണമെന്ന് വിചാരിച്ചതാണ്. പിന്നെ നമുക്ക് അതിനുള്ള സമയവും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ മെനക്കെടാനും പോയില്ല. എന്തായാലും പിറന്നാളിൽ നമ്മൾ പായസമൊക്കെ വെക്കും. 1 കിലോ പോർക്കിലേക്ക് 1 കിലോ കായയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. പക്ഷെ ഇത് അമ്മയ്ക്കും കൂടെ കൊടുത്തയക്കണം. ആ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ കായും കൂടി ഇല്ലയെന്ന് വെച്ചാൽ തികയില്ല. എല്ലാവർക്കും കൂടെ എത്തിക്കണമല്ലോ. കായയുടെ അളവ് ഇത്തിരി കൂട്ടിയെങ്കിൽ മാത്രമേ ഇത് നീട്ടി വലിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് അത്രയ്ക്കധികം കായ എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ സാധാരണ വെക്കണ പോലെ തന്നെ, പ്രത്യേകിച്ച് എന്താ സാധാരണ നമ്മൾ ചിക്കൻ കറിയോ ബീഫോ അങ്ങനെ എന്തെങ്കിലും വെക്കണ ആ ഒരു കൂട്ടത്തിൽ തക്കാളി ഇടില്ല കേട്ടോ. തക്കാളി ഇടാണ്ടാണ് ഇത് ഉണ്ടാക്കുക. അൺബോക്സിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ചേച്ചിയുടെ ഗ്യാസ് സ്റ്റൗ എങ്ങനെ വെച്ചിട്ടുള്ളത് എന്ന്. അത് സാധാരണ സ്റ്റൗ ആണ്, അതെങ്ങനെയാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത് എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ ടോപ്പിൽ വെക്കുന്നത്, അതായത് നമ്മുടെ ടേബിൾ ടോപ്പുമ്പോൾ വെക്കുന്ന സ്റ്റൗ തന്നെയാണ് കേട്ടോ. എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ വീട് പണി നടക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലും സാധനങ്ങൾ എടുത്തിട്ടുള്ളത് ഈ പട്ടാളത്തിൻ്റെ എന്താ പറയുക, ക്യാമ്പല്ല വേറെന്തൊരു സംഭവമല്ലേ, പട്ടാളത്തിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കണത്. മറ്റേ ആക്രി പട്ടാളല്ല കേട്ടോ, നമ്മുടെ ഒറിജിനൽ പട്ടാളക്കാരുടെ സാധനങ്ങൾ വിൽക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. എന്താ അതിനെ പറയാന്നുള്ള പേര് ഞാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് വാങ്ങിയിട്ടുണ്ടാകുന്നത്. എൻ്റെ കസിൻ്റെ അമ്മായിയമ്മ, അതായത് ആളുടെ അമ്മായിച്ചൻ പട്ടാളത്തിലായിരുന്നു. അപ്പോൾ അവർക്ക് അങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ പറ്റുമല്ലോ, വില കുറവായിരിക്കും പൊതുവേ. അപ്പോൾ അവിടെ പോയിട്ടാണ് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ബോധമില്ലാണ്ട് അവിടെ നിന്ന് സ്റ്റൗ വാങ്ങിയിട്ട് വന്നു. നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കണേക്കാട്ടൊക്കെ നല്ല റേറ്റ് കുറവുണ്ട്. ടേബിൾ ടോപ്പാന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ വാങ്ങിച്ച് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്നപ്പോഴാണ് സംഭവം കയ്യിൽ നിന്ന് പോയി എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത്. പിന്നെ അത് തൃശ്ശൂർക്ക് കൊണ്ടുപോയി കൊടുക്കാമെന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് തൃശ്ശൂരൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് ഒന്നും അറിയില്ല. ഇന്നത്തെ പോലെയല്ല, അന്ന് ഞാൻ ഒരുപാട് മാറ്റം ഉണ്ടായിരുന്നു. നിങ്ങൾ ഈ കാണുന്ന ഞാനൊന്നും അല്ലായിരുന്നു അന്ന്. പിന്നെ ഞാനത് പണിക്കാരെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യിപ്പിച്ച് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് ഇത്. എൻ്റെ കെട്ടുവിന് ഇതുവരെ ഈ ഒരു സംഭവം അറിയില്ല എന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുമില്ല, എനിക്ക് പേടിയായിരുന്നു. കാരണം എന്താ വെച്ചാൽ മുകളിൽ വെക്കണ സ്റ്റൗ എടുത്തിട്ടാണ് ഞാൻ പടിയിൽ വെച്ചിട്ടുള്ളത്. ആൾ പറഞ്ഞിട്ടുള്ളതാണ്, ഓൾറെഡി നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് ഈ അടിയിൽ വെക്കുന്ന സ്റ്റൗ വേണമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ വാങ്ങിച്ചു വന്നത് പണി പാളിപ്പോയ കാരണം ഞാനതൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ കുത്തിക്കയറ്റി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇങ്ങനെ വെക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ പാടില്ല എന്നാണ് എൻ്റെ അറിവ്. പക്ഷെ നമുക്കിതൊരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അതിനുള്ള പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും അങ്ങനെ വെക്കുന്നുണ്ടെന്ന് വെച്ചാൽ തന്നെ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് വെക്കുക. പിന്നെ നിങ്ങൾക്ക് അവിടെ ഇവിടെയും കുറച്ച് ഏറ്റക്കുറച്ചിലുകളൊക്കെ കുറച്ച് പാടുകളൊക്കെ കാണുന്നില്ലേ, അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മുടെ സ്റ്റൗ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതൊന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നീട് നമ്മുടെ പണിക്കാർ വെച്ചത് നല്ല രീതിയിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് വന്നിട്ട് പിന്നെ അവർ ഫിറ്റ് ചെയ്ത് തന്നതാണ് ഈ അലമ്പ് കോലത്തിലാക്കിയിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. മറ്റേത് നല്ല ഭംഗിയിലായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ സബോള വാട്ടിയിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വേപ്പില അതൊക്കെ ഇട്ട് വാട്ടിയിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ പൊടികളായിട്ടുള്ള മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെന്താ നമ്മുടെ മുളക് പൊടി ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ആ മൂപ്പിച്ചയിലേക്കാണ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പോർക്കിൻ്റെ ഇതിടുന്നത് കേട്ടോ. പോർക്ക് നമ്മൾ വേവിക്കുമ്പോൾ ഓൾറെഡി അതിൽ മഞ്ഞൾപ്പൊടിയും കുരുമുളകും പിന്നെ വേപ്പിലയും കൂടി ഇട്ടിട്ടാണ് വേവിക്കാൻ വെച്ചിട്ടുള്ളത്. ഇഞ്ചിയും പച്ചമുളകൊക്കെ നമുക്ക് ചേർക്കാം, പക്ഷെ ഞാനത് ചേർത്തിട്ടില്ല. ചിലപ്പോൾ അതിൻ്റെ ഫ്ലേവർ ഒന്ന് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ചേർത്തിട്ടില്ല. പിന്നെ അത് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നേരെ നമുക്ക് കായ അതിലേക്ക് തട്ടാം കേട്ടോ. കായയിൽ തട്ടിയിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ പരിപാടിയാണ്. മുകളിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ വിതറിയിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ അടിപൊളി എന്താ പറയുക പോർക്ക് കറി തയ്യാറായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ചില ജാതികളിലുള്ള ആൾക്കാർക്ക് ഇത് ഇഷ്ടമാവില്ല, അവർ ഈ ഒരു ഭാഗം ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് കാണുന്നതാവും നല്ലത്. എനിക്കറിയില്ല, അവർക്കത് കാണുമ്പോൾ ഇഷ്ടക്കേടുണ്ടായിരിക്കുമല്ലോ. അവരുടെ ജാതിയിൽ അത് അലൗഡ് അല്ലാത്തൊരു സംഭവമാണ്, നിങ്ങൾ കഴിക്കാത്തൊരു സംഭവമാണ്. പക്ഷെ നമ്മൾ കഴിക്കുമല്ലോ, നമുക്കത് അങ്ങനെ മാറ്റി നിർത്താൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. രസമുണ്ടാ? സൂപ്പർ. ചപ്പാത്തി കുട്ടി കഴിക്കണേട്ടാ. കാലത്തെ ചപ്പാത്തി ബാക്കി ഉണ്ടായിരുന്നു. ഇപ്പം ബാക്കിയല്ല, സോയാബീൻ വെച്ചത് ഇഷ്ടമാവാണ്ട് പൊറുക്കാവണത് നോക്കിയിരിക്കുകയായിരുന്നു എൻ്റെ കെട്ടിയോ. ചപ്പാത്തി കഴിഞ്ഞൊന്നുണ്ടല്ലേ? ഉണ്ട്, അത് കഴിച്ചാട്ടം മുഴുവൻ. പനയങ്കുളകര അമ്പലത്തിൽ ഇന്ന് ദേശവിളക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെ പ്രമാണിച്ചിട്ട് കുറച്ച് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ടായിട്ടുള്ള തെന്നലിൻ്റെ ടീമിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ, ശ്രീലങ്ക ടീം. അപ്പോൾ അവിടുത്തെ കുട്ടികളുടെ കുറച്ച് ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അരമണിക്കൂർ നിർത്താണ്ട് പിള്ളേർ, നിർത്താണ്ടല്ല 15 മിനിറ്റിലൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതുകൂടാണ്ട് എന്താ പറയുക, അടിപൊളിയായിട്ട് അവർ കളിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അവരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ. നമുക്ക് ഒറിജിനൽ പാട്ടിടാൻ പറ്റാത്തതുകൊണ്ടാണ് അതിൻ്റെ ഒരു ഭംഗി നമുക്ക് അറിയാൻ സാധിക്കാത്തത് കേട്ടോ. ഞാൻ അമ്പലത്തിൻ്റെ ഉള്ളിലേക്കൊന്നും കയറിയില്ല, പുറത്ത് നിന്ന് തന്നെ ഉള്ളൂ. ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നില്ല, ഏട്ടൻ അവിടെ കടന്നു. 2 ടീമാണ് ഉണ്ടായിരുന്നത്, ഇത് വേറൊരു ടീമാണ് കേട്ടോ. ഇവർ നല്ല രീതിയിൽ തന്നെ കളിച്ചിട്ടുണ്ട്. ഇത് പിന്നെ വലിയ അമ്മമാരൊക്കെ കൂടിയിട്ടുള്ള ഒരു ഡാൻസ് ആയിരുന്നു. മറ്റേത് നമ്മുടെ കുഞ്ഞു പിള്ളേരായിരുന്നു കേട്ടോ. ഇവിടുത്തെ മെയിൻ പ്രോഗ്രാംസിനൊക്കെ ഇവരൊക്കെ തന്നെയാണ് കേട്ടോ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക. ഞാൻ ഇതുവരെ ഈ ദേശവിളക്ക് എന്നുള്ള സംഭവം ഇങ്ങനെ വാഴ കെട്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് ഇത് പുലർച്ചെ 3 മണി 4 മണി വരെയൊക്കെ ഉണ്ടായിരിക്കും. അത് ഞാൻ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ പായൊക്കെ ഇതാ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട്. പായിന് ബർത്ത്ഡേ ആയിട്ട് നമ്മൾ എടുത്ത ഡ്രസ്സായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം എടുത്തത് ബ്യൂട്ടി സിൽക്സിൽ നിന്നാണ് തൃപ്രയാറ്. ഫോട്ടോ ഒന്നും ഇല്ല, ഫോട്ടോ ഒന്നും അല്ലെങ്കിലും ഉണ്ടാവില്ല. ഭാരതീയ വിദ്യാർത്ഥി കലോത്സവം വേറെ കിട്ടി ഇനിയും കിട്ടിയമ്മ അതില് പോയി. അത് ആപ്ലിക്കേഷൻ ഫോം അല്ലേ? പണ്ടില്ലേ എനിക്കൊരു അങ്കനാണ് LKG ഒരു കൃഷ്ണന്റെ ഫോട്ടോസിലുള്ള തരാറ്. ചേട്ടൻ അറിഞ്ഞില്ലേ അനിയത്തിട്ട് പറഞ്ഞാന്നുള്ള കാര്യം? ഞാൻ മിഠായി ഒന്നും കൊടുത്തയച്ചിട്ടില്ല. നീ വിഷ് ചെയ്തോ അവളെ? വിഷ് ചെയ്തോ? ആണോ? ചേട്ടൻ വിഷ് ചെയ്തു? 12 മണിക്ക് അവള് പോത്ത് വലകൾ തുടങ്ങുണ്ടാവും. ഏട്ടനും ഞാനും കൂടെ ചെറിയൊരു അടിയിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഏട്ടൻ ഈ ഭാഗത്തേക്ക് കടന്നിട്ടില്ല. പോവാന്ന് പറഞ്ഞു വടകൻപള്ളിക്ക് കേക്കൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ തന്നെ പോയി വാങ്ങിക്കോളാം എന്ന് പറഞ്ഞു. വേറെ ഒന്നുമല്ല കേട്ടോ, സ്കൂളിൽ നിന്ന് പിള്ളേരെടുക്കാൻ പോകാൻ പറഞ്ഞപ്പോൾ മടി പിടിച്ചിട്ട് അവിടെ കിടന്നു. ഞാൻ തന്നെ എല്ലാം ചെയ്യണ്ടേന്ന് പറഞ്ഞിട്ട് ഞാനും തലൂടാൻ നിന്നു കേട്ടോ.
മൂപ്പരാൾ അവിടെ കിടന്ന കിടപ്പിൽ അവിടെ കിടക്കുകയാണ് ചെയ്തത്. അപ്പോൾ സ്കൂളിൽ നിന്ന് പിള്ളേർ എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ നേരെ അമ്മൂട്ടീനെയും കൊണ്ടിട്ട് കേക്ക് വാങ്ങാൻ വേണ്ടി പോയി. കേക്ക് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് സുംസ് കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമൻറ്റ് നിങ്ങൾ എപ്പോഴും കാണാറുണ്ടായിരിക്കും നമ്മുടെ കമൻറ്റ് ബോക്സിൽ. ആ ഒരു ചാനലിൽ നിന്ന് വന്നിട്ടുള്ളത് കേട്ടോ. സുമി ചേച്ചിയുടെ കയ്യിൽ നിന്നാണ് അപ്പോൾ നമ്മൾ കേക്ക് വാങ്ങിയിട്ടുള്ളത്. നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗം തലേദിവസത്തെയാണ്. അതായത് തലേദിവസം നമുക്ക് തൃപ്പറയാറ് ഏകാദശിയായിരുന്നു. അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല, കാരണം ഞാൻ എടുത്തിട്ടില്ല. ഷോർട്സ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്, അത് പോസ്റ്റ് ചെയ്തിട്ടില്ല. ഇതുവരെ സമയം എന്ന് പറഞ്ഞ സംഭവം എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ തലേദിവസമാണ് നമ്മൾ പായിന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അമ്മൂട്ടീനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ലേ കാലത്ത് പോകുമ്പോൾ. വൈകിട്ട് അമ്മൂട്ടീനെയും കൊണ്ട് വന്നിട്ട് നമ്മൾ ജനതയിൽ വന്നിട്ട് ഞാൻ തുണിയാണ് കേട്ടോ പ്രാവശ്യം എടുത്തിട്ടുള്ളത്. അപ്പോൾ തുന്നിപ്പിക്കാമെന്ന് വിചാരിച്ചു. വാടാനപ്പള്ളിയിൽ തന്നെയുള്ള ഒരു ഷോപ്പിൽ ഞാൻ തുന്നാനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നേരെ നമ്മൾ വന്നത് ഭാരത് സൈക്കിൾസിലാണ്, പുതുക്കുളങ്ങര. അപ്പോൾ അവിടെ വന്നിട്ട് ഇതാ പായുവിന് ഇഷ്ടമുള്ള സൈക്കിള് പായു സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. സർപ്രൈസ് ആയിട്ടൊന്നും നമ്മൾ വെച്ചൊന്നുമില്ല, കാരണം അവൾക്ക് അറിയാം ഓൾറെഡി. ഇതാ അമ്മൂട്ടിക്ക് സൈക്കിൾ എടുത്ത സമയത്ത് തന്നെ അവൾക്ക് ഊഹിച്ചിട്ടുണ്ട് അവൾ സൈക്കിൾ എന്തായാലും കിട്ടുന്നുള്ള കാര്യം. പിന്നെ നമ്മൾ വീഡിയോയ്ക്ക് ഒരു കണ്ടൻറ്റാന്ന് പറഞ്ഞ് നുണ പറയേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഉള്ള കാര്യം പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പായുമ്പയുടെ സൈക്കിൾ ഇതാ നമ്മൾ കാറിൽ കയറ്റിയിട്ടുണ്ട് കേട്ടാ, ഒടിച്ച് മടക്കി കയറ്റിയിട്ടുണ്ട്. അമ്മൂട്ടിയുടെ സൈക്കിൾ എടുക്കുമ്പോ ഇപ്പൊ നമ്മൾ പഞ്ചെടുത്തിട്ടില്ല, കുക്കറോണ്ട് എടുത്തിട്ടില്ല അല്ലേ? കുക്കറ് ചെറുതാണ്, നമ്മള് കുക്കറിന്റെ ഉള്ളിലാക്കിയിട്ടുണ്ട് കേട്ടാ സൈക്കിള്. ഇപ്പൊ കുക്കറിന്റെ സ്ഥാനം പോയി, കുക്കർ ഇപ്പൊ ചേട്ടനായി. അപ്പോൾ തലേ ദിവസത്തെ കുറച്ച് ഭാഗവും ഇപ്പോഴത്തെ ഒരു ഭാഗം കൂടിയിട്ട് നിങ്ങൾ മിക്സ് ചെയ്ത് കാണുന്നത്, ആരും ക്ലാഷ് ആക്കരുത്. എൻ്റെ ചേച്ചി അനിയത്തിക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ജനതയിലേക്ക് വന്നതാണ്. ഈ ഒരു പാവക്കുട്ടീനെയാണ് കേട്ടോ നമ്മൾ വാങ്ങിയത്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ പാവകളുടെ മേളായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചേച്ചിക്ക് അനിയത്തിക്കും പാവകളോടുള്ള ക്രേസ് കൂടി കൂടി വരാം. പിന്നെ ഞാൻ വാങ്ങിച്ചു കൊടുക്കും. ചെറുപ്പത്തിൽ ഞാനത് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ, ഈ പാവേനൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ നമുക്ക് കിട്ടിയിട്ടൊന്നുമില്ല. അതല്ലാണ്ട് കുറേ ഗോൾഡ് ഡ്രസ്സ് അങ്ങനത്തെയൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ല. അച്ഛൻ വരുമ്പോൾ ഇഷ്ടംപോലെ സാധനങ്ങൾ കൊണ്ടുവരുന്നതിൽ പെടുന്നതാണ് ഈ സ്വർണം, അതുപോലെ തന്നെ ഡ്രസ്സുകൾ, ഹെയർ ബാൻഡുകൾ, അങ്ങനത്തെ ഐറ്റംസൊക്കെ. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ ഒരു പ്രായത്തിൽ നമുക്കിതുപോലെ പാവകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. മറ്റുള്ള കാര്യങ്ങളോട് നമുക്ക് അത്ര വലിയ ക്രേസും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇവർ ചോദിച്ചാൽ ഞാനത് വാങ്ങിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. കാരണം ചെറുപ്പത്തിലുള്ള ആ ഒരു ഇഷ്ടം വലുതാകുമ്പോൾ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നാളെ ഇവർ പറയും അമ്മ എനിക്കിത് വാങ്ങിച്ചു തന്നില്ല എന്ന് പറഞ്ഞാൽ അതെനിക്ക് കേൾക്കുമ്പോൾ എനിക്ക് സങ്കടമാവും. അപ്പോൾ അത് കേൾക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട് കേട്ടോ. എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ കൊക്കിൽ ഒതുങ്ങുന്നതാണെങ്കിൽ ഞാൻ കൊത്തിക്കോളാൻ തന്നെ പറയാറുണ്ട്. കാരണം അവർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ ഞാനും ഏട്ടനും മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ ജനതയിലേക്ക് വന്നാട്ടാ അമ്മൂട്ടിക്കുള്ള പായുമ്മയ്ക്കുള്ള ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു അമ്മൂട്ടിയുടെ വക. ഇനി 2 ചെടി വാങ്ങിക്കണം. ചെടീന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ പപ്പക്കായ ഉണ്ടല്ലോ ഒരെണ്ണം, എന്തായിരുന്നു അതിൻ്റെ പേര്, അയ്യോ പേര് മറന്നു. അത് സംഭവം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകാനിട്ട് ഇനിയിപ്പോൾ അവിടെ പോയിട്ട് എന്ത് തേങ്ങയാണോ പറയാം, റെഡ് ലേഡി അത് വാങ്ങിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ പിറന്നാളിനൊക്കെ അങ്ങനെ കുഴിച്ചിടാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അമ്മൂട്ടിയുടെ പിറന്നാളിന് കുഴിച്ചിട്ടില്ല കേട്ടോ, കാരണം കുറേ നമ്മൾ പണ്ണുത്തിന് അന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു അവസരത്തിലാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് കാരണം പിന്നെ അത് പിറന്നാളിന് പറഞ്ഞിട്ട് സ്പെഷ്യൽ വാങ്ങിയില്ല. ഇപ്രാവശ്യം നമ്മൾ മണ്ണുത്തിയിൽ പോയെങ്കിൽ കൂട്ടിയിട്ട് റെഡ് ലേഡി കിട്ടിയില്ല. റെഡ് ലേഡി കിട്ടാന്ന് വെച്ചല്ല, സത്യത്തിൽ ഞാൻ വാങ്ങിക്കാൻ മറന്നതാണ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോക്കും കാര്യങ്ങളും ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. അപ്പോൾ 2 തൈ ഇവിടെ നിന്ന് വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഇന്ന് പയമ്പേനെ കൊണ്ട് നമുക്ക് കുഴിച്ചെടിപ്പിക്കാം. ചെറുപ്പത്തിലുണ്ടാകുന്നതാണ് എനിക്ക് ഈ ചെടികളോടുള്ളൊരു പ്രാന്ത് എന്ന് പറയുന്നത് കേട്ടോ. അന്ന് എൻ്റെ വീട്ടിൽ ഇതുപോലെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ എൻ്റെ കല്യാണത്തിൻ്റെ ഒരവസരമൊക്കെ ആയപ്പോഴാണ് ഒരുവിധമൊക്കെ നശിച്ചു പോയിട്ടുണ്ടാകുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഇവിടെയും ഇതേപോലെ കുറേ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കൊറോണയുടെ ഒരവസരം വന്നപ്പോൾ ഒരു പ്രാന്ത് കയറുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നല്ലോ, അപ്പോഴും നമ്മൾ കുറേ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇവിടെ ചെടി വയ്ക്കാൻ ഇഷ്ടമില്ലാത്തത്, ഒരു കൊല്ലം നമ്മൾ ചെടി വയ്ക്കും, വെക്കേഷൻ ആകുമ്പോൾ ഗൾഫിലേക്ക് പോകും. അപ്പം വരുമ്പോഴേക്കും അത് നശിച്ചു പോയിട്ടുണ്ടാവും. പിന്നെ വീണ്ടും നമ്മൾ ചെടി വയ്ക്കും, വീണ്ടും അത് നശിച്ചു പോകും. അങ്ങനെ കുറേ പൈസ വെറുതെ വേസ്റ്റായി പോകണം കണ്ടപ്പോൾ പിന്നെ ഞാൻ ആ ഒരു പരിപാടി ഉപേക്ഷിച്ചതായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം എന്തായാലും നമ്മൾ പൂവില്ല എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുള്ള കാരണം എന്തായാലും 2 കൊല്ലം ഈ ചെടി വാഴും എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ധൈര്യസമേതം ഞാൻ 2-3 പൂക്കളുടെ ചെടികളും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴായി പിന്നെ ചെടികളോടുള്ള ഒരു ക്രേസ്, ഇങ്ങനെ പ്രാന്തുണ്ടല്ലോ, ക്രേസ് എന്ന് പറയണില്ല, അതിനോടുള്ളൊരു ഇഷ്ടം ഇങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ കൂടി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഒരെണ്ണം വെച്ച് തുടങ്ങിയിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്കത് പിന്നെയും കൂട്ടിയെടുക്കാനാണ് ശ്രമിക്കുക. അങ്ങനെ ഒരു തോന്നൽ നമ്മുടെ മുന്നിലേക്ക് വരും കേട്ടോ. അത് ആ ഒരെണ്ണം വെച്ച് കിട്ടാനാണ് നമുക്ക് പാട്. പിന്നെ നമ്മുടെ മനസ്സിലത് ഇങ്ങനെ
ഒരു ഇഷ്ടം ഇങ്ങനെ തളിർത്ത് ഇങ്ങനെ വരും. അത് ഏട്ടൻ്റെ പൈസ കളയാനുള്ള ഒരു തളിർക്കലാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ചില കാര്യങ്ങളിൽ നമ്മൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണ് അത്. ഈ ചെടികളൊക്കെ നോക്കിയിരുന്ന ഒരു സമയത്ത് എനിക്ക് അങ്ങനെ മനസ്സിൽ ഇങ്ങനെ വല്ലാണ്ട് ടെൻഷനും കാര്യങ്ങളും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ കേട്ടോ. പിന്നെ ഇതൊക്കെ ഉപേക്ഷിച്ച് നമ്മൾ വീണ്ടും വീടിൻ്റെ ഉള്ളിലേക്ക് റൂമിൻ്റെ ഉള്ളിലേക്ക് ഒതുങ്ങിക്കൂടിയപ്പോഴൊക്കെയാണ് ഈ ഓവർ തിങ്കിങ്ങും കാര്യങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ ഇങ്ങനെ കൂടി വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും എൻ്റെ മനസ്സിലുള്ള ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടി നമുക്ക് വീണ്ടും ഒന്ന് സന്തോഷിച്ച് നമ്മുടെ ജീവിതം വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നു. ഈ 3 പൂക്കളുടെ ചെടികളാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ 2 മറ്റേ നമ്മുടെ പപ്പക്കായ റെഡ് ലേഡി, അത് ഞാൻ പായിനെ കൊണ്ട് നമ്മുടെ വീടിൻ്റെ ബാക്കിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ചട്ടി ചെറുതായി പോയി എന്നൊരു ഡൗട്ട് ഉണ്ട്. പക്ഷേ ആൾക്കാർ ഇപ്പോഴും നല്ല ഉഷാറായിട്ട് നിൽക്കണൊക്കെയുണ്ട് കേട്ടോ. പൂക്കൾ വാടിപ്പോയിട്ടുണ്ട്, ഇതും ഉണ്ടാടുന്നത് പുതിയ മുട്ടുകൾ ഇട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് എത്രയാണെങ്കിലും ഒരു സന്തോഷമൊക്കെ തന്നെയാണ് അല്ലേ. നമ്മുടെ ഈ മഴ തുടങ്ങുന്നതിനെക്കാട്ടും മുന്നുള്ളൊരു കാലഘട്ടമാണ് കേട്ടത്. കാലഘട്ടം എന്നൊന്നും പറയാൻ പറ്റില്ല, ദിവസങ്ങളാണ്. അപ്പോൾ വെയിലത്ത് നമ്മൾ കുഴിച്ചിട്ട ചെടികൾ അപ്പോൾ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വാടിപ്പോവും. അപ്പോൾ തണലത്ത് വെച്ചതൊന്ന് സെറ്റായതിന് ശേഷം മാത്രം വെയിലത്തേക്ക് എടുത്ത് വെച്ചാൽ മതി കേട്ടോ. പിന്നെ നമ്മുടെ റെഡ് ലേഡി എന്ന് പറയുന്ന ഒരു സംഭവം 25 രൂപയായിരുന്നു കേട്ടോ. ഈ ഒരെണ്ണത്തിന് 25 രൂപ. പക്ഷെ അത് എനിക്ക് തോന്നുന്നു അവർ അത് വീട്ടിൽ തന്നെ മുളപ്പിച്ചിട്ട് വെച്ചിട്ടുള്ളതാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ആ മണ്ണൊക്കെ അപ്പം തന്നെ ഇളകി പോന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ എടുക്കുമ്പോൾ ശരിക്കും അത് കയ്യിലേക്ക് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് സാധാരണ നമ്മളൊരു ഫാമിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ മണ്ണ് നന്നായിട്ട് ഉറപ്പിച്ചിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും അല്ലേ. പ്രത്യേകിച്ച് ഇത്തിരി വലിപ്പം ഉണ്ടാവും ഒരു ചെടിക്ക്. അപ്പോൾ മണ്ണിളക്കി പോന്നപ്പോഴേക്ക് തോന്നിയത് ഇപ്പം തന്നെ അവർ വേണമെങ്കിൽ കുഴിച്ചിട്ടേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ടുണ്ടായിരിക്കുള്ളൂ. പക്ഷേ ആൾ നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ വീട്ടിൽ സെറ്റായി നിൽക്കുന്നുണ്ട്, വാടിപ്പോയിട്ടൊന്നുമില്ല. ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്കിത് വാടിപ്പോകുമോ എന്നുള്ള കാര്യത്തിൽ. കാരണം അതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ മണ്ണ് സെറ്റല്ലായിരുന്നു. ഇത് മൊത്തം പഠിപ്പിച്ചായില്ലേ അമ്മ? അമ്മ രണ്ടാമത്തെ കുഴിയും കൂടി കുഴിച്ചു. പോയി രണ്ടെണ്ണത്തിന്റെ വിധി തന്നെയായി പോയില്ലോ പായോ. മന്ത്രനിനാദിനി പിന്നല്ല ഞങ്ങൾക്ക് മതിയായിട്ട് നിർത്തിയതല്ലത്. ഇതിനെക്കാട്ടും നല്ല ഇവിടെ നിൽക്കുന്ന എല്ലാ ഫ്രൂട്ട്സിൻ്റെ തൈകളും നമ്മളിതുപോലെ പിറന്നാളിന് ഓരോരുത്തരുടെ പിറന്നാളിനായിട്ട് കുഴിച്ചിട്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. അങ്ങനെയാണ് ഇത്രയധികം പ്ലാന്റ്സ് ഇവിടെ വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഒറ്റയടിക്ക് വെക്കുന്ന വെച്ചാൽ നമുക്കിപ്പോൾ കാട് പോലെ ആവേണ്ട സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിങ്ങനെ ഓരോ വർഷത്തിൽ ഓരോന്നോരോന്നായിട്ടല്ലേ കുഴിച്ചിരുന്നത്. ഏട്ടൻ്റെ ആ പിണക്കൊക്കെ മാറ്റി സൈക്കിൾ പുറത്തെടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇന്നത്തെ ദിവസം ആള് കട്ടൽ മന്നിട്ടിട്ടില്ല കേട്ടോ. ഫുൾ ടൈം ഉറക്കമായിരുന്നു. കാലത്ത് ആ ഒരു പോർക്ക് കഴിച്ചതിൻ്റെ മന്നിപ്പാണ് എന്താണെന്നൊന്നും അറിയില്ല. അത് കഴിഞ്ഞിട്ട് ആ കട്ടിൽമ കയറി കിടക്കുന്നതാണ്. ഇവിടെ സ്ഥിരം കലാപരിപാടി ഇത് തന്നെയാണ്. മൊബൈലിൽ നോക്കുക, ഉറങ്ങുക, കട്ടിൽമ കിടക്കുക, വീണ്ടും മൊബൈലിൽ നോക്കുക, ഉറങ്ങുക, കട്ടിൽമ കിടക്കുക. ഇപ്പോൾ ആൾ ഗൾഫിൽ ഇപ്പോൾ തിരിച്ചു പോയിട്ടാണ് ഞാനിതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാൽ കൂടി പറയാനുള്ള കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയണമല്ലോ. എപ്പോഴും പറയും കേട്ടോ, ഞാനും പിള്ളേർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ആ കട്ടിൽമൊന്ന് എണീറ്റൊന്ന് നടക്കാനെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് ഇരിക്കാനെങ്കിലും. അപ്പോൾ പറയും ഞാൻ റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നുള്ളതാണ്. പോസ് കുട്ടാ സീറ്റൊക്കെ ശരിക്കും വെച്ചാ കൂട്ടു. ഇറക്കം കുറവായി. ചേച്ചിയുടെ സൈക്കിൾ ചെറുതാണോ? നിന്റെ സൈക്കിൾ വലുതാ? അപ്പൊ ചേച്ചിക്ക് ആ സൈക്കിൾ കൊടുത്തോ. കാറുമോണ്ട് ഇടിക്കല്ലേട്ടാ. പിന്നെ വീഴണ്ടാട്ടാ, പതുക്കെ പോയാൽ മതി.
പിന്നാലെ പോയിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ ആരാധന പെരുവ തുടങ്ങി. ആരാധ്യാന്ന് പറഞ്ഞില്ല, പക്ഷെ ബോളാണ് ബോള്. അതാ പറഞ്ഞ തന്നെ ആ കുത്തിക്കോ. എങ്ങനെയാ അപ്പൊ ഇവിടെ ഒന്ന് ഇവിടെ പൂജ്യം ഒന്നപ്പൊ ഇങ്ങടെ തിരിച്ചേക്ക അങ്ങടെ തന്നെ തിരിച്ചേക്ക ഒന്ന് ഇങ്ങടല്ലേ തിരിച്ചേക്കണ്ടേ. ഹാപ്പി ബർത്ത്ഡേ നിങ്ങടല്ലേ വരുന്നത്, അപ്പൊ ഇങ്ങനെ വെക്കണ്ടേ. ആ ഇതാണ് ഇതാണ് ഇത് കറക്റ്റാ ഇത് കറക്റ്റാ. ഇപ്പൊ കറക്റ്റ് ഞാൻ അവിടെ നിന്ന് എടുക്കുമ്പോ കറക്റ്റ് 10 കിട്ടും. ഇപ്പൊ 0 ഒന്നല്ലേ കൂട്ടി പോയി നിന്നാടെ. ഹാപ്പി ബർത്ത്ഡേ പായു, ഹാപ്പി ബർത്ത്ഡേ പായു. ആ കഴിഞ്ഞു. രണ്ടക്കം കേറി ഇനി മാറൂല. എവിടേക്ക് 3 അക്കം. അയ്യോ മുഖത്ത് തേച്ച് വേണ്ടടി. എന്താണ് ഓക്കേ ചേച്ചിക്ക് കൊണ്ടെടുക്ക്, ചേച്ചിക്ക് കൊണ്ടെടുക്ക്. നല്ല ടേസ്റ്റ് ഉണ്ട്. ചോക്ലേറ്റ് കേക്ക് ബോൾ തിന്നാൻ പറ്റാ. അത് പറഞ്ഞുണ്ടാക്കിച്ചതാ. വീഡിയോഗ്രാഫർ എന്താ മുഖത്ത് വെക്കാത്ത വെല്ലുമ്മക്ക് ചേച്ചിക്ക് മുറിച്ചു കൊടുക്ക്. ഇഷ്ടായ കാൻഡിലാണ് കാൻഡില്. എങ്ങനെയല്ലേ ഇഷ്ടായില്ലേ ചേച്ചിയുടെ സെലക്ഷൻ? അമ്മ ചേച്ചി അതിന് ഇഷ്ടാവില്ല, കുഞ്ഞി സാധനമായോണ്ട്. ഇഷ്ടായില്ലേ? കത്തിച്ച് നോക്കി നോക്കും. അതല്ല ഈ കാൻഡിലാണ്. കുട്ടി എടുത്ത് അവിടെ എടുത്തോ. വേണ്ട മണങ്ങൾ വേണ്ട. അവിടെ എടുത്തോ. ഇല്ല അവിടെ എടുത്തേക്ക്. നമ്മുടെ മുകളിലേക്ക് എടുത്തേക്ക്. അതിന്റെ മുകളിലേക്ക് എടുത്തേക്ക്. പായു അതിന്റെ മുകളിലേക്ക് എടുത്തേക്ക്. വേഗം പൊട്ടിക്ക്. വേഗം പൊട്ടിക്ക്. അപ്പൊ ഞാൻ ആക്കിയിടരുത്. പിന്നെ എനിക്ക് അടിച്ചു വരാൻ മയ്യേനി. കുക്കർ നാളെ തൊട്ട് അടുക്കള കയറിക്കോ. ഇച്ചിരി വാങ്ങാലോ പൈസ അമ്മ കൊടുത്ത. അവിടെ പൊട്ടി.
പൊന്തൊന്നുമില്ല. ആ കേക്ക് അതിന് മൂത്ത് തേക്കണ്ട. നിറയെ കേക്കുണ്ട്. അതാ ടിഷ്യൂ എടുത്ത് തുടക്കി. ഇഷ്ടായാ? ഇഷ്ടായി? പുതിയ ആള് ഞങ്ങളുടെ റൂമിലേക്ക് പുതിയ ആളും കൂടെ വന്നിരിക്കുന്നു. അതെ, വളരെ കുറവുള്ള രണ്ടാള് മാച്ച് ആയില്ലേ? രണ്ടാള് മാച്ചായി. നല്ല രസമുണ്ടല്ലോ ഇരിക്കണാണ്. അപ്പോഴതും വരുമല്ലോ. അമ്മു പാൽ പൊറോട്ട. അതെ, ഓപ്പൺ. അവിടെ വണ്ടിട്ടേ നമ്മൾ തിരിച്ച് അമ്പലത്തിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഉള്ളിലേക്കൊന്നും കയറിയില്ല, പുറത്ത് നിന്നിട്ട് കാണാൻ കേട്ടോ ചെയ്തത്. എങ്ങനെയുണ്ട് എന്ന് അറിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ പിറന്നാളാണെങ്കിലും വെഡിങ് ആനിവേഴ്സറി ആണെങ്കിലും എന്ത് സ്പെഷ്യലാണെങ്കിലും അല്ലെങ്കിലും വല്ലപ്പോഴും ഇതുപോലെ നമ്മൾ ഫാമിലിയായിട്ട് പുറത്തേക്ക് പോകാറുണ്ട് കേട്ടോ. അതൊരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങളാണെങ്കിലും വീട്ടിലിതുപോലെ എല്ലാവരും ഉണ്ടെന്ന് വെച്ചാൽ കൂട്ടുകുടുംബമൊക്കെ ആയിട്ടുള്ളവരൊക്കെ എന്നാ വെച്ചാൽ സ്പെഷ്യലായിട്ട് എപ്പോഴെങ്കിലുമൊക്കെ എല്ലാവരും കൂടെ ഒന്ന് പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കുന്നത് അതൊരു നല്ലൊരു കാര്യമാണ് കേട്ടോ. എത്ര ഉള്ളതുള്ളൂണല്ലേ? രണ്ടാള് തുള്ളുണ്ട്. വണ്ടി പോവാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വണ്ടിയാണ്. പോന്നോളെ, വണ്ടി പൊക്കോളെ. അങ്ങനെ പാലക്കൊമ്പ് എഴുന്നള്ളിക്കലൊക്കെ കണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. നമ്മുടെ കൂടെ കൂട്ടപ്പനും ഉണ്ടായിരുന്നു. ഞങ്ങൾ 5 ആളും കൂടിയിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ചേച്ചിയും നന്ദും കൂടിയിട്ട് വീട്ടിലേക്ക് തിരിച്ച് പോരാണ് ചെയ്തത്. നന്ദുമോൾക്ക് എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 5 പേരും മാത്രമായിട്ട് അവരെ കൊണ്ടാക്കിയതിന് ശേഷം ഇത് കാണാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അച്ഛൻ്റെ മോളും കൂടെ പുതിയ സൈക്കിളിൻ്റെ ചവിട്ടലും ഉദ്ഘാടനം ഓൾറെഡി പായുമ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛനൊന്ന് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒരുപാട് പേര് നമ്മുടെ വീഡിയോ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടിരുന്ന് കാണുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂട്ടാട്ടോ. അപ്പോൾ എന്താ, ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.